നമസ്കാരം. ഗ്രൂപ്പ് ഇയിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ കരുത്തരായ ജർമ്മനിയെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇക്വഡോർ. ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് നടക്കുന്ന മത്സരം ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇതിനകം തന്നെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ച ജർമ്മനി അനായാസമായ വിജയം ലക്ഷ്യമിടുമ്പോൾ പ്രീ ക്വാർട്ടർ പ്രവേശനത്തിനായി ഇക്വഡോർ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല. ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ പോലും നേടാൻ കഴിയാത്ത ഇക്വഡോറിന് ഈ മത്സരം അഗ്നിപരീക്ഷയാണ്. ആദ്യ 2 മത്സരങ്ങളിലും ഗോൾ രഹിതരായി മടങ്ങിയവർക്ക് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ജർമ്മനിക്കെതിരായി അട്ടിമറി വിജയം അനിവാര്യമാണ്. ടീമിൽ പരിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് പരിശീലകൻ സെബാസ്റ്റ്യൻ ബെക്കസേസിക്ക് ആശ്വാസമാണ്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച 11 പേരെ തന്നെയാകും അദ്ദേഹം കളിക്കളത്തിൽ ഇറക്കുക. വെറ്ററൻ താരം എന്ന വലൻസിയ വിങ്ങർ ഗോൺസാലോ പ്ലാച്ച എന്നിവരുടെ ചുമലിലാകും ഇക്വഡോറിന്റെ ആക്രമണത്തിന്റെ ഭാരം. മധ്യനിരയിൽ മൊയ്സസ് കെസഡോയും പ്രതിരോധത്തിൽ പിയറോ ഹിൻകാപ്പിയും വിലിയൻ പാച്ചോയും ടീമിന്റെ നിർണായക സാന്നിധ്യമാകും. 3-5-2 അല്ലെങ്കിൽ 4-4-2 ഫോർമേഷനിൽ കളത്തിലിറങ്ങുന്ന ഇക്വഡോർ ജർമ്മനിയുടെ ആക്രമണത്തെ പ്രതിരോധിച്ച് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഗോളുകൾ കണ്ടെത്താനാകും ശ്രമിക്കുക. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഇതിനകം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളുമായി ജർമ്മനി ഇറങ്ങാനാണ് സാധ്യത. എന്നാൽ പ്രതിരോധ താരം നിക്കോ ഷ്ലോട്ടർബർഗിന്റെ പരിക്ക് ടീമിന് തിരിച്ചടിയായിട്ടുണ്ട്. കണങ്കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ടൂർണമെന്റിലെ ബാക്കി മത്സരങ്ങളിൽ നിന്നും താരം പുറത്തായി. പകരം അന്റോണിയോ റൂഡിഗറോ, മാലിക് തിയാവോ, ജൊനാഥനൊപ്പം സെന്റർ ബാക്കിലാണ് നിരക്കും. പേശിവേദനയെ തുടർന്ന് നഥാനിയേൽ ബ്രൗണിന് വിശ്രമം അനുവദിക്കും. പകരം ഡേവിഡ് ലെഫ്റ്റ് ബാക്കിൽ കളിക്കും. ഗോൾവിളിക്ക് മുന്നിൽ മാനുവൽ നോയർ തന്നെ തുടരുമെന്നാണ് പരിശീലകൻ ജൂലിയർ നാഗൽസ്മാൻ നൽകുന്ന സൂചന. കായ് ഹാവർട്സ്, ഫ്ലോറിയൻ വിറ്റ്സ്, ജമാൽ മുസിയാല തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്ക് വിശ്രമം നൽകി ഡെനിസ് ഇൻഡാവിനെ നയിക്കുന്ന യുവനിരയെ പരീക്ഷിക്കാനാണ് നഗൽസ്മാന്റെ പദ്ധതി. ആദ്യ 2 മത്സരങ്ങളിലും പരാജയം അറിയാതെ കുതിക്കുന്ന ജർമ്മനി അതീവ ആത്മവിശ്വാസത്തിലാണ്. ആദ്യ മത്സരത്തിൽ കുറാസോവയെ 7-1 എന്ന സ്കോറിന് തകർത്തുവിട്ട അവർ 2-ാം മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 കീഴടക്കിയിരുന്നു. മറിച്ച് ഇക്വഡോറിൻ്റേത് നിരാശാജനകമായ പ്രകടനമാണ്. ഐവറി കോസ്റ്റിനോട് 1-0 തോറ്റ അവർ കുറാസോയുമായുള്ള മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിപ്പിച്ചു. മത്സരത്തിലുടനീളം 27 തവണ ഗോളടിക്കാൻ ശ്രമിച്ചിട്ടും വല ചലിപ്പിക്കാൻ സാധിക്കാത്തത് ഇക്വഡോറിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതേസമയം ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയുടെ മിഡിൽ ഫീൽഡർ ഇസ്മായിൽ കൊനയുടെ കാലൊടിച്ച ടാക്കിലിന് ഖത്തർ താരം അസീം മദിബോയ്ക്ക് 5 മത്സരങ്ങളിൽ വിലക്ക്. കൊനയ്ക്ക് 5 മാസത്തോളം വിശ്രമം വേണ്ടിവരും. കഴിഞ്ഞ വ്യാഴാഴ്ച വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ ഖത്തറിനെതിരെ കാനഡ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് വിജയിച്ച മത്സരത്തിലായിരുന്നു ഈ ഗുരുതര ഫൗൾ. അസീം മദിബോയുടെ ടാക്കിളിൽ ഇസ്മായിൽ ഖാനയുടെ ഇടതുകാലിലെ ടിബിയ, ഫിബുല എന്നീ എല്ലുകൾ പൊട്ടി. കോനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഗുരുതരമായ ഫൗളെന്ന് വിലയിരുത്തിയാണ് ഫിഫ അച്ചടക്ക സമിതി 5 മത്സരങ്ങളിൽ നിന്നും മദിബോയെ വിലക്കിയത്. അച്ചടക്ക സമിതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കും.